ഹലോ, ഇന്ന് ഞാൻ ബീൻസ് കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ബീൻസ് കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ അല്ലേ? സ്ഥിരമായിട്ട് നമ്മളത് വെച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്. മെഴുക്കുവരട്ടി എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത് ബീൻസും പിന്നെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇനി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി ഞാനിവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് വരാം. ചെറിയ ഉള്ളി ഇതേമാതിരി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ കടുക് വറുക്കാനൊക്കെ അരിയില്ലേ, അതേമാതിരി റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 3 വറ്റൽമുളകാണ്. ഇതും കൂടി ചെറിയ ചെറിയ പീസാക്കി ക്രഷ് ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുക. അതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബീൻസ് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇടുക. അല്പം വെള്ളം ഒഴിക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇളക്കിയിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കണം. കുറച്ചും കൂടി പറ്റാനുണ്ട്. വെള്ളം പറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ അച്ചിങ്ങയ്ക്ക് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞാൽ മതി ബീൻസും. ബീൻസിന് അച്ചിങ്ങയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിക്ക് വേണ്ടി മാത്രം ഒരു അല്പം ഉപ്പ് കൂടി ഇടാം, കുറച്ച് മതി. പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല, ഈ മുളകിന് നല്ല എരിവായിരിക്കും. എന്നിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കാം. ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചെറു തീയിൽ തുറന്ന് തന്നെ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കിയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. കുറച്ചും കൂടി മൊരിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തീ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്താൽ മതി.
തീ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പുതിയ പുതിയ രുചികൾ വീട്ടമ്മമാരിങ്ങനെ അന്വേഷിച്ച് നടക്കാണല്ലോ. അവർക്കായിട്ടാണ് ഈ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്നത്. എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.